ജംഷഡ്പൂർ FC 2 ബംഗളൂരു FC 1 വാട്ട് എ മാച്ച്. ഒരു അടിപൊളി ഗെയിം തന്നെയായിരുന്നു. ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയായിരുന്നു ഇന്ന് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. സോ മറ്റൊരു മത്സരവും കൂടി ഉണ്ടായിരുന്നു ഇന്ന്. ഒഡീഷ FCയും FC ഗോവയും. അതിൽ 4-2 എന്ന നിലയിൽ FC ഗോവ ഒഡീഷ FCക്കെതിരെ ഒരു എവേ മാച്ചിൽ പോയിട്ട് വിജയിച്ചിരിക്കുന്നു. സോ ഇപ്പോൾ ഇന്നലത്തെയൊക്കെ മാച്ചിലൊക്കെ പലരും ഇങ്ങനെ കമന്റ് ബോക്സ് വന്ന് പറയുന്നുണ്ടായിരുന്നു, മോഹൻ ബഗാൻ മാച്ച് കഴിഞ്ഞിട്ട് എന്താണ് വീഡിയോസ് ചെയ്യാതെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എല്ലാ മാച്ചസും കാണാൻ പറ്റത്തില്ല. അവൈലബിൾ ആകുന്ന മാച്ചസ്, അതുപോലെ തന്നെ എനിക്ക് ഇൻ്റർനെറ്റിൻ്റെ ഇഷ്യൂസും അപ്പം പല കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇന്നത്തെ മാച്ച് എന്താണെങ്കിലും കറക്റ്റായിട്ട് കാണാൻ പറ്റി. BSC ജംഷഡ്പൂർ മത്സരം ആദ്യത്തെ മാച്ച് എനിക്ക് ട്രൈ ചെയ്തിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഞാൻ ഹൈലൈറ്റ്സ് ആണ് കളി കഴിഞ്ഞിട്ട് കണ്ടത്. ഈ മാച്ചാണ് ഫുള്ള് കണ്ടത്. എന്തായാലും ജംഷഡ്പൂരും ബംഗളൂരു FC ആയിട്ടുള്ള മാച്ച് പറയുന്ന പോലെ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിം തന്നെയായിരുന്നു. സോ ഈ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ഇനിഷ്യലി തന്നെ അവസരങ്ങൾ BFCയെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിരുന്നു. സോ 19ാമത്തെ മിനിറ്റിലാണ് നൊഗ്വേറ ആണ് BFCക്ക് വേണ്ടി ആ സ്കോർ ചെയ്യുന്നത്. അത് റോഷൻ സിംഗിൻ്റെ ഉഗ്രൻ ലെഫ്റ്റിലൂടെയുള്ള റണ്ണും ഒരു നല്ല ലോ ക്രോസും നൊഗ്വേറ കൃത്യമായിട്ട് അത് ഫിനിഷ് ചെയ്തു. അങ്ങനെയാണ് 1-0 എന്ന് പറയുന്നൊരു നിലയിലേക്ക് എത്തിയത്. പിന്നീടാണ് ജംഷഡ്പൂരിൻ്റെ ഭാഗത്തു നിന്നും കുറച്ചെങ്കിലും അറ്റാക്കിംഗ് മൂവ്സ്. പക്ഷേ ആദ്യ പകുതിയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഷോട്ട് ഓൺ ടാർഗറ്റുകളൊന്നും വന്നിട്ടില്ല. പിന്നെ പൊസഷൻ കീപ്പ് ചെയ്തിരിക്കുന്നത് BFCക്കാണ് എന്നുള്ള മനസ്സിലാവും. നമുക്കറിയാമല്ലോ, ജംഷഡ്പൂർ FCയുടെ അല്ലെങ്കിൽ ഖാലിദ് ജമീലിൻ്റെ ഒരു രീതി അതാണ്. അങ്ങനെ പുള്ളി പൊസഷൻ വെച്ച് കളിക്കില്ല. അങ്ങനെ ഇപ്പോൾ ഒരു ഗോളിന് പിന്നിൽ നിൽക്കുകയാണെങ്കിൽ പോലും ഭയങ്കര അഗ്രസീവായിട്ടുള്ള അറ്റാക്കിംഗ് ഫുട്ബോളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ആ ഒരു കംബാക്ക് അവർക്ക് ഈ ഒരു മത്സരത്തിൽ നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഈ ഒരു മത്സരത്തിൽ ബംഗളൂരു FCക്ക് ഒരുപാട്, അതിൽ എനിക്ക് തോന്നുന്നു സുനിൽ ഛേത്രിക്ക് ഒരു 3-4 നല്ല അവസരങ്ങൾ കിട്ടിയിരുന്നു. പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ബാഡ് ഡേ ആയിരുന്നു. റയാൻ വില്യംസ് ഒക്കെ കിടിലൻ ഗെയിം കളിച്ചിട്ടുള്ളൊരു മാച്ചാണ്. പക്ഷേ പറഞ്ഞാൽ കൂടുതൽ ആ ഒരു കോൺട്രിബ്യൂഷനിലേക്ക്, ഗോൾ അടിക്കുന്നൊരു കോൺട്രിബ്യൂഷനിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. സോ അങ്ങനെ അവർ 1-0 എന്ന് പറയുന്നൊരു ലെവലിലെത്തി അവർ BFC ജയിക്കും എന്നുള്ളൊരു സാഹചര്യത്തിൽ പോയി. കാരണം BFC ഈ സീസണിൽ എനിക്ക് തോന്നുന്നില്ല ഒരു മത്സരമെങ്കിലും ലീഡ് എടുത്തിട്ട് തോറ്റിട്ടുണ്ട് എന്നുള്ളത്. ജംഷഡ്പൂരിൻ്റെയും ആ സെയിം കണക്ക് തന്നെയാണെന്ന് തോന്നുന്നു. ലീഡ് എടുത്തിട്ട് അവർ തോറ്റിട്ടില്ല. എന്നാണെങ്കിലും 84ാമത്തെ മിനിറ്റ് വരെയൊക്കെ കാര്യങ്ങളൊക്കെ കൃത്യമായിരുന്നു. എനിക്ക് തോന്നുന്നു 80ാമത്തെ മിനിറ്റിൽ നൊഗ്വേറയൊക്കെ മാറ്റി അവർ ഡിഫൻസീവ്ലി സ്ട്രോങ് ആക്കാൻ അതുവരെ ഇന്ത്യൻ ഡിഫൻസ് വെച്ച് കളിച്ചിട്ട് ജവാനോവിച്ചിനെ കൊണ്ടുവന്ന് സെറ്റാക്കി. പക്ഷേ 84ാമത്തെ മിനിറ്റിലാണ് ദാറ്റ് ഗോൾ ഫ്രം ജോർദൻ മൊറേ. 2 കിടിലൻ ഗോളുകളാണ് ഈ ഒരു മത്സരത്തിൻ്റെ ജംഷഡ്പൂരിന് രക്ഷ ആയത് എന്നുള്ളത് പറയാം. സോ നിഖിൽ ബെർലായുടെ ഒരു ക്രോസിൽ നിന്ന് റിഫ്ലക്റ്റ് ആയിട്ട് വന്ന് പിന്നീട് ജോർദൻ മൊറയുടെ തലയിൽ ഇടിച്ച്, തല കൊണ്ട് അദ്ദേഹം ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ഇട്ട് വളരെ ഒരു ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു ബൈസിക്കിൾ കിക്ക് ടൈപ്പ് ഒരു ഗോൾ അടിക്കാൻ പറ്റുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നതല്ല. പക്ഷേ അവിടെ നിന്ന് അദ്ദേഹം അടിക്കുന്നു. ഒരു ഭയങ്കര പവർഫുൾ അല്ലായിരുന്നു, കൃത്യമായിട്ടൊരു പ്ലേസിംഗ് ആയിരുന്നു അവിടെ അദ്ദേഹം അപ്ലൈ ചെയ്തത്. അങ്ങനെയാണ് 1-1 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് പോയത്. എന്താണെങ്കിലും ഈ ഒരു മത്സരം സമനിലയിലേക്കൊക്കെ പോകും എന്നുള്ള ഒരു തരത്തിലാണ് 90ാമത്തെ മിനിറ്റിൽ ഉവൈസ് എന്ന് പറയുന്ന താരത്തിൻ്റെ ഒരു ഗോൾ വരുന്നത്. ഒരു മിസ്റ്റേക്ക് ഒരു താരം നടത്തിയാൽ അത് മുതലാക്കുക, ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ മുതലാക്കുക എന്നുള്ളതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് മുഹമ്മദ് ഉവൈസിൻ്റെ ഗോൾ. കാരണം ഗുർപ്രീത് സിംഗ് സന്ധു മുന്നിലേക്ക് ഇറങ്ങി വന്ന് പഞ്ച് ചെയ്ത് അകറ്റുന്ന ബോൾ അദ്ദേഹം കറക്റ്റ് ആ ഒരു പൊസിഷനിലില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഫസ്റ്റ് ടൈം ആ ബോൾ കിട്ടുന്നത് ഉവൈസിനാണ്. ഉവൈസ് ആ ഒരു ലോങ് റേഞ്ച് ഷോട്ട് ഫസ്റ്റ് ടൈം അടിക്കുന്നു, കൃത്യമായിട്ടത് പ്ലേസ് ചെയ്ത് പോസ്റ്റിനകത്തേക്ക് വീഴുന്നു. അങ്ങനെ 2-1 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തുന്നു. ഓർക്ക് ഈ ഗോൾ വരുന്നത് 90ാമത്തെ മിനിറ്റിലാണ്. അതും ഒരു കംബാക്ക് ഗോൾ. ഒരു ഗോളിന് പുറകിൽ നിന്നിട്ട് 90ാമത്തെ മിനിറ്റിൽ 2ാമത്തെ ഗോളാണ് അത് വരുന്നത്. അതും ഒരു കിടിലൻ ഗോളായിട്ട് മാറുമ്പോൾ എന്താ പറയുക. ഇതോടുകൂടി മോഹൻ ബഗാനാണ് കൂടുതൽ ഒരു സന്തോഷം ഉണ്ടാകുക. കാരണം ഇപ്പോൾ മോഹൻ ബഗാനും ബംഗളൂരു FCയും തമ്മിലുള്ള പോയിന്റ് ഡിഫറൻസ് 5 കൂടുന്നു എന്നുള്ളത് പറയാം. മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം അത് BFCക്ക് ബാക്ക് ഫെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. ജംഷഡ്പൂർ FCക്ക് ഒരു 4ാമത്തെ പ്ലേസിൽ നിലയുറപ്പിക്കാനും സാധിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ മറ്റ് മത്സരം നടന്നത് നമുക്കറിയാം, ഒഡീഷയിൽ വെച്ച് നടന്ന മത്സരം ഒഡീഷ FC vs FC ഗോവ ഒരു 4-2 വിജയമാണ്. ഇതിൽ ഇന്ത്യൻ ഗോൾ സ്കോറേഴ്സ് ഒരുപാട് ഉണ്ടായിരുന്നൊരു മത്സരം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ 2 ഗോളുകൾ ബ്രൈസൺ ഫെർണാണ്ടസിൻ്റെ കിടിലൻ 2 ഗോളുകൾ പിറന്ന മത്സരമായിരുന്നു. അതുപോലെ ഒരു ഓൺ ഗോൾ അമേർ റണാവിടെ ഗോവയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തു. അതുപോലെ ഉദാന്ത സിംഗിൻ്റെ ഗോള്. സോ അതർ സൈഡ് നമ്മൾ നോക്കുന്ന സമയത്ത് അഹമ്മദ് ജാഹുവിൻ്റെ ഒരു പെനാൽറ്റി ഗോളാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവസാനം ഒരു ആശ്വാസ ഗോൾ എന്ന നിലയ്ക്കാണ് ജെറി മാവിയയുടെ ഒരു ഗോൾ വരുന്നത്. സോ അങ്ങനെ ഈ ഒരു മത്സരം 4-2 അവസാനിക്കുന്നു.
സോ ഗോവയും അവരുടെ ഒരു ജൈത്രയാത്ര തുടരുന്നു എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം ഇതൊക്കെയായിരുന്നു സൂപ്പർ സാറ്റർഡേയിലെ 2 സൂപ്പർ മത്സരങ്ങൾ. സോ നാളെ ഇനി സൂപ്പർ ആകുമോ എന്നുള്ളത് കാത്തിരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കബൂർ സൈനിക